എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്ത അവലും പഴവും ശർക്കരയും തേങ്ങയിട്ട് നനച്ച അവലും പഴവും കഴിച്ചതിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അവലും പഴവും കഴിക്കുന്നതിന് മുമ്പ് കുടിച്ച ഒരു കോവയ്ക്ക സ്മൂത്തി ഞാൻ അതിനോടൊപ്പം കാണിച്ചിരുന്നു. അതിന്റെ ഷുഗർ എങ്ങനെയാണ് എന്റെ ശരീരം അതിന് ഷുഗറിന് റെസ്പോണ്ട് ചെയ്തത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷുഗർ 198 ആയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 157 ആയി. പക്ഷെ അതൊരു നോർമൽ ഷുഗർ റെസ്പോൺസ് ഒന്നും അല്ലായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്തതിനെ കുറിച്ച് എനിക്ക് പറയാൻ ആണ് ഞാൻ വരുന്നത്. അപ്പോ ഈ അവല് കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ളത് ലാസ്റ്റ് പറയാം. അപ്പൊ അന്നത്തെ എൻ്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്നതും അത് കഴിഞ്ഞ് 2 മണിക്കൂർ വരെ കഴിക്കുമ്പോൾ തൊട്ട് 2 മണിക്കൂർ വരെ ഉള്ള സമയത്തെ ഞാൻ എങ്ങനെ ഇരുന്നു എന്നുള്ളത് ഈ ഷുഗറിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എൻ്റെ അന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസത്തിന്റെ കാര്യവും പറയാം. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ രാവിലെ ആദ്യം ചെയ്തത് കാപ്പിക്ക് പകരം ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക് കുടിക്കുകയാണ്. കാപ്പി ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല, കാരണം കാപ്പി കോർട്ടിസോൾ കൂട്ടും എന്നുള്ളതാണ്. നമുക്കൊരു എനർജി കിട്ടുമല്ലോ. അപ്പൊ ആ കാപ്പി കോർട്ടിസോൾ കൂട്ടുമ്പോഴും ഡയബറ്റിക്സിന് എപ്പോഴും കോർട്ടിസോൾ ഹൈ ആണ് എന്നാണ് പറയുന്നത്. സ്ട്രെസ് ഹോർമോൺസ് എല്ലാം ഹൈ ആയിട്ടിരിക്കും. അത് കാരണം നമ്മളുടെ ഷുഗർ ബാലൻസ് ഹയർ ആയിട്ട് നിൽക്കും എന്ന ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ കാപ്പി ഒഴിവാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കാപ്പി ഒഴിവാക്കി പകരം എന്ത് കുടിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് നെറ്റിൽ ഫുഡ് ഫിറ്റ്നസ് ആൻഡ് ഫൺ എന്ന് പറയുന്ന ഒരു ഡയറ്റീഷ്യന്റെ ചാനലുണ്ട്. അതിൽ അവര് വണ്ണം കുറയ്ക്കാൻ, അതായത് ബെല്ലി ഫാറ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റ് ആയിരിക്കും, കൊളസ്ട്രോൾ ഒക്കെ കുറയും എന്നാണ് എനിക്ക് മനസ്സിലായത്, ഉള്ള ഒരു ഡ്രിങ്ക് പറഞ്ഞിരുന്നു. അത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് കുടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ചെറിയ ചൂടോടെ കുടിക്കുമ്പോൾ കാപ്പി കുടിക്കുന്ന ഒരു ചക്കര കാപ്പി എന്നൊക്കെ പറഞ്ഞു പണ്ട് നമ്മൾ കാപ്പി കുടിക്കുന്ന അത്രയും ഗുണമുണ്ട്. ആ കാപ്പി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കാപ്പി. ഇതാണ് ഞാൻ രാവിലെ കുടിക്കുന്നത്. ഇനി ഞാനിത് കുടിച്ചില്ല, ഇത് കാണിക്കണമല്ലോ എന്ന് വെച്ച്. അപ്പൊ ഈ കാപ്പി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ലേ. തലേ ദിവസം രാത്രി നമ്മൾ 3 സാധനങ്ങൾ 1/2 ടീസ്പൂൺ വെച്ച്, 3 ഐറ്റംസ് 1/2 ടീസ്പൂൺ വെച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. തലേ ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ വെച്ച് ഈ 3 സാധനങ്ങൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇതെടുത്ത് ഇടുകയാണ്. ഒരു അരിപ്പയ്ക്കകത്ത് അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വെച്ച് ഈ 3 ഐറ്റംസ് ഇട്ടിട്ട് കുടിക്കുന്ന വെള്ളം അരിപ്പയിലൂടെ ഒഴിച്ച് അതിനെ കഴുകി അതൊരു ഗ്ലാസ്സിലേക്ക് തട്ടി ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് കാണാം. ജീരകം 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ വെച്ച് കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ അരിക്കുന്ന അരിപ്പയ്ക്കകത്തോട്ട് ഇത് എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തൂടെ വെള്ളം ഒഴിച്ച് കഴുകാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് അത് ഗ്ലാസ്സിലേക്ക് തട്ടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ച രാവിലെ ആകുമ്പോൾ അതൊരു ഞാൻ കാണിച്ച പോലെ ഒരു ഇളം മഞ്ഞ ദ്രാവകമാകും. ഈ ഇളം മഞ്ഞ ദ്രാവകമാണ് ഞാൻ ചെറുതായിട്ട് വീണ്ടും അതിനെ ചൂടാക്കി, ഇത് അരിച്ചെടുത്ത് ചൂടാക്കിയാണ് കുടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 2 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ജീരക വെള്ളത്തിന്റെ അകത്ത് പെരുംജീരകത്തിന്റെ രുചിയും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കുടിക്കുമ്പോൾ നമുക്ക് കാപ്പി കുടിച്ച പോലെ തന്നെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതാണിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനകത്തുള്ള ഈ ജീരകം നമുക്കറിയാം, കുമിൻ സീഡും പെരുംജീരകം, ഫെന്നൽ സീഡ് എന്നും സോഫ് എന്നും പറയുന്ന ആ സാധനം, പിന്നെ നമ്മുടെ ഫെനുഗ്രീക്ക്, മേത്തി അല്ലെങ്കിൽ ഉലുവ,
ഇത് മൂന്നും ഷുഗർ കുറയ്ക്കാനുള്ള കഴിവുള്ള സാധനങ്ങളായിട്ട് റിസർച്ചേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ വയറ്റിനകത്തുള്ള ഡിസ്റ്റർബൻസസ്, ഗ്യാസ്, നമുക്കറിയാം ജീരകാരിഷ്ടം എന്ന് പറയുന്ന ഒരു അരിഷ്ടം നമ്മൾ ഗ്യാസ് ഒക്കെ വരാതിരിക്കാൻ കുടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ഗുണങ്ങളും അതിനുണ്ട്. അപ്പൊ രാവിലെ ആദ്യം ഞാൻ അതാണ് കുടിക്കുന്നത്. അപ്പൊ അന്ന് അവല് തിന്ന ദിവസം ഞാൻ അതാണ് രാവിലെ കുടിച്ചത്. പക്ഷെ അതല്ലാതെ വേറൊരു സംഭവം കൂടെ ഞാൻ കഴിച്ചു. രാവിലെ ഞാൻ ഒരു വലിയ പഴം പഴുത്തത് കഴിച്ചു. വല്ലാതെ പഴുത്തതല്ല, ഒരു ഈ ലെങ്ത് ഉള്ള ഒരു പഴം കഴിച്ചു. ഈ ഡ്രിങ്ക് കുടിച്ചു, പഴം കഴിച്ചു. പഴം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി എക്സസൈസ് ചെയ്തു. എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹോം ജിം എന്ന് പറയുന്ന സാധനത്തിൽ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ടുള്ള എക്സസൈസ് ആണ് ചെയ്തത്. അത് ഞാൻ ആഴ്ചയിൽ 3 ദിവസം ചെയ്യും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് ഉള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള വെയിറ്റ് ബെയറിംഗ് എക്സസൈസസ്. അത് നമുക്ക് ഇതുപോലെയുള്ള മെഷീന്റെ ആവശ്യമില്ല. ഇതെന്റെ മകൻ വാങ്ങിച്ചതാണ്. അവനും യൂസ് ചെയ്യാറുണ്ട്. എന്റെ അത്രയും ഇല്ലെങ്കിലും എന്റെ ഭർത്താവ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവർക്കും കുറെ കൂടെ എളുപ്പമായിട്ട് ഇതുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്യമിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിന് മടിയായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതുകൊണ്ട് ആഴ്ച 3 ദിവസം എക്സസൈസ് ചെയ്യും. നിങ്ങളെല്ലാം ഡോക്ടർ ഡാനിഷ് സലീമിന്റെ വീഡിയോ കണ്ടു കാണും. അദ്ദേഹം പറയുന്നു, ഞാനിത് പറയാതിരിക്കുന്നത് ശരിയല്ല, പക്ഷെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വെയിറ്റ് ബെയറിംഗ് എക്സസൈസസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞ് നമ്മുടെ മസിൽസിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള എക്സസൈസസ് ചെയ്ത് മസിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡയബറ്റിസ് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലതുപോലെയുള്ള വ്യത്യാസം അതിൽ വരും. അതിൻ്റെ കൂടെ ഡയറ്റും കൺട്രോൾ ചെയ്യണം. നമ്മൾ കണ്ടമാനം വലിച്ചു വാരി അതും ഇതുമൊന്നും കഴിക്കാതെ ഡയറ്റ് ഒരുവിധം കൺട്രോൾ ചെയ്ത് ഈ ഇത്തരത്തിലുള്ള എക്സസൈസസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ്. അത് മാറുമെന്നാണ്, 6 മാസം എടുക്കും മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ പേഴ്സിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്ട്രെങ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ മസിൽ വരും. എന്ന് വെച്ചാൽ നമ്മൾ സിൽവസ്റ്റർ സ്റ്റാലണിനെ പോലെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആതിരായ പോലെയോ വലിയ മസ്കുലർ ഒന്നും ആകാൻ പോകുന്നില്ല. എന്നാൽ കുറച്ചൊക്കെ മസിലൊക്കെ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് അവലുണ്ടാക്കി അവല് കഴിച്ചത്. അപ്പൊ അവല് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ കണ്ട കോവയ്ക്ക കുടിച്ചിട്ടാണ് അവല് കഴിച്ചത്. അപ്പൊ കോവയ്ക്കായിരിക്കും ഒരു പ്രത്യേക ഗുണമുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഷുഗർ കുറയ്ക്കും. അതിനകത്ത് ചില പ്ലാന്റ് പോളിഫിനോൾസ് ഉണ്ട്. അത് ആന്റി ഡയബറ്റിക് ആണ്. വയറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതിനെ കുറയ്ക്കും. കാരണം അതിനകത്ത് ധാരാളം പെക്റ്റിനുണ്ട്, ഫൈബറുണ്ട്. അത് കുഴവഴാന്നിരിക്കുമല്ലോ നമ്മൾ അതിനെ ചെയ്യുമ്പോൾ, മിക്സ് അടിച്ചാലും അരിഞ്ഞാലും ഒക്കെ. അത് പെക്റ്റിൻ എന്ന് പറയുന്ന ഫൈബറാണ്. അത് നമ്മുടെ ഇൻഡസ്ട്രീനെ അവിടെ ലൈനിങ് ആയിട്ടിനെ ഒരു ബാരിയർ ഉണ്ടാക്കും. ഫുഡിന്റെ ഫാസ്റ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് തന്നെ ഈ ചില ആൽഫ അമിലേസ് ഇൻഹിബിറ്റർ ആണെന്ന് തോന്നുന്നു. ഏതൊക്കെയോ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് ഈ ഷുഗറിന്റെ നമ്മളുടെ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ ബോഡിയിലെ എൻസൈംസിനെ കുറച്ചൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവും കോവയ്ക്കായിക്കുണ്ട്. അപ്പൊ ഈ കോവയ്ക്ക കഴിച്ചപ്പോൾ എൻ്റെ ഷുഗർ എന്തായാലും ഞാൻ കോവയ്ക്ക കഴിക്കാതെ കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിലും കുറവായിട്ടാണ് എൻ്റെ ബ്ലഡ് ഷുഗർ റൈസ് ചെയ്തത്. അപ്പൊ അത് രണ്ടാമത്തെ റീസൺ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എക്സസൈസ് ഉണ്ട്. രാവിലെ ഈ ജീരകവെള്ളം, 2 തരം ജീരകവും ഉലുവായും ഉലുവ പണ്ട് തൊട്ടേ ആളുകൾ ഡയബറ്റീസിന് ഉലുവ വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. 1 ടീസ്പൂണാണ്. ഇത് 1/2 ടീസ്പൂൺ വെച്ച് 3 സാധനങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങളുടെ ഇഫക്റ്റും ഞാൻ ഈ കുടിച്ച വെള്ളത്തിന്റെ ഇഫക്റ്റും ഞാൻ ചെയ്ത എക്സസൈസിന്റെ ഇഫക്റ്റും ഞാൻ യൂസ് ചെയ്ത കോവയ്ക്കായുടെ ഇഫക്റ്റും അവലിന്റെ ഇഫക്റ്റിനെ കുറയ്ക്കുന്നതാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു ആദ്യത്തിന് പഴം നല്ലതുപോലെ ഷുഗർ കൂട്ടും. അപ്പൊ രണ്ടാമത് പിന്നെ 1/2 പഴമാണ് ഈ അവലിന്റെ കൂടെ കഴിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ ജോലികളുണ്ട്. അത് കാരണം എന്നെ അടുക്കളയിൽ സഹായിക്കുന്ന കുട്ടി ഇപ്പോഴത്തെ ഏതോ വൈറസ് പിടിച്ച് സുഖമില്ലാതെ കിടപ്പായിരുന്നു. ഭയങ്കര ക്ഷീണമൊക്കെയാണ്, നമുക്കറിയാലോ അതെങ്ങനെ പറ്റും. അപ്പൊ അത് കാരണം എനിക്ക് ആളില്ല. അപ്പൊ കുക്കിംഗ് ഉണ്ടായിരുന്നു. മുകളിൽ കയറി
പല ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മോളും താഴെയും ഒക്കെ ആയിട്ട് ഓടി നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷുഗർ നോക്കുന്നത്. അപ്പൊ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സസൈസിന് പുറമെയാണത്. അപ്പോൾ നമ്മുടെ മസിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റഡ് ആകും എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ സ്റ്റോറേജ്, നമ്മുടെ ഷുഗർ അവിടെ അബ്സോർബ് ചെയ്യും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കയറുകയും ഇറങ്ങുകയും നമ്മുടെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസുലിൻ ഒന്നും ഇല്ലാതെ നമ്മുടെ മസിൽസ് ബ്ലഡ് സ്ട്രീമിന് ഷുഗർ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടാണ് അന്ന് ഷുഗർ 150 ആയത്. അപ്പൊ 157. അപ്പൊ നമുക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒരു കാര്യം വെച്ചിട്ട് ഇതിന് ഷുഗർ കുറയും അല്ലെ ഇതിന് ഷുഗർ കൂടും എന്നൊന്നും പറയാനേ പറ്റുകയില്ല. കാരണം എനിക്ക് അത് അത് 157 എന്ന് പറയുന്ന 2 hour റിസൾട്ട് അക്സെപ്റ്റബിൾ ലെവൽ ഫോർ എ ഡയബറ്റിക് ആക്കിയതിന്റെ പ്രധാന കാരണം എൻ്റെ രാവിലത്തെ കുടിച്ച വെള്ളം, എൻ്റെ രണ്ടാമത്തെ അത് കഴിഞ്ഞ് ചെയ്ത എക്സസൈസ്, പിന്നെ കോവയ്ക്ക സ്മൂതി, പിന്നെയുള്ള ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ്. അപ്പൊ നമ്മളുടെ ഒരു ബ്ലഡ് ഷുഗർ റെസ്പോൺസ് 2 hours നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് കൊണ്ട്, എനിക്ക് അവല് തിന്നെ 157 അന്നായി എന്നത് കൊണ്ട് എല്ലാ ദിവസവും അവല് കഴിച്ചാൽ എനിക്ക് 157 ആകണം എന്നില്ല. 198 ആയി എന്നുള്ളത് ഓർക്കണം. എല്ലാ ദിവസവും എനിക്ക് തന്നെ റിസൾട്ട്സ് വേറി ചെയ്യും. ഞാൻ അതിന് മുമ്പ് കഴിച്ചതും മുമ്പ് എത്ര ആയിരുന്നു എന്നതും ഞാൻ കഴിക്കുന്നതിന് മുമ്പത്തെ ലെവൽ നോക്കിയില്ല. ഞാൻ പഴമൊക്കെ കഴിച്ചിട്ടാണ് എക്സസൈസ് ചെയ്തത്. എക്സസൈസസ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയിൽ കോർട്ടിസോൾ കൂടുകയും ആ സമയത്ത് പെട്ടെന്ന് ഷുഗർ ഇച്ചിരി കൂടിയിരിക്കുകയും പിന്നെ അത് നല്ലതുപോലെ താഴുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇഫക്റ്റ് ഇതിനകത്ത് മേർജ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 1 hour കൂടിയിരുന്നത് ഈ ഇഫക്റ്റ് കൊണ്ടാവാം. അല്ലെങ്കിൽ അത്ര ആ ലെവലിൽ നിന്നത് ഈ എക്സസൈസ് കഴിഞ്ഞ് കൂടിയിട്ട് ഷുഗർ താഴുന്ന ഇഫക്റ്റ് കൊണ്ടാകാം. നമ്മൾക്ക് ഈ ഷുഗർ എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ വരും എന്നൊന്നും നമുക്ക് പറയാനേ പറ്റുകയില്ല. അപ്പോൾ ഞാൻ കുടിച്ച ഡ്രിങ്കിന്റെ കാര്യം ഒന്നുകൂടെ പറയാം. അതിനകത്തുള്ളത് ജീരകം 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. ഇത് മൂന്നും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഴുകിയിട്ട്, ഇത് മൂന്നും ചെറിയ നമ്മുടെ സീവിനകത്തോട്ട് എടുത്ത് വെള്ളമൊഴിച്ച് കഴുകി ഒരു ഗ്ലാസ്സിനകത്തിട്ട് 1 ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് വെച്ച് രാവിലെ അത് വീണ്ടും അരിച്ച് ആ വെള്ളം ചൂടാക്കിയാണ് ഞാൻ കുടിക്കുന്നത്. വാം ചെയ്തിട്ട് കുടിക്കുന്ന വെള്ളമാണ് ആദ്യം ഇതിൽ ഒഴിക്കുന്നത്. അതുകൊണ്ട് അത് ചെറുതായിട്ട് ഞാൻ മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കുകയുള്ളൂ. എന്നിട്ടാണ് ഞാൻ ഇത് കുടിക്കുന്നത്. അത് മിക്ക ദിവസവും കാപ്പി സ്ട്രെസ് ഹോർമോൺസിനെ റേസ് ചെയ്യും എന്ന് പറയുന്നത് കൊണ്ടും രാവിലെ വെറും വയറ്റിൽ കാപ്പി കുടിച്ചാൽ ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാകും എന്നുള്ള പേടി കൊണ്ടുമൊക്കെയാണ് ഞാൻ കാപ്പിയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ മനസ്സിലായല്ലോ, എല്ലാവർക്കും അവരുടെ ഓരോ ഭക്ഷണത്തിനോടുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയിരിക്കും, അതിനു മുമ്പ് ചെയ്ത ആക്ടിവിറ്റീസ്, അതിനു മുമ്പ് കഴിച്ചത്, അതിനോടൊപ്പം കഴിക്കുന്ന സാധനങ്ങൾ. അതിനോടൊപ്പം ഞാൻ കോവയ്ക്ക സ്മൂതി കഴിച്ചു, തേങ്ങ ഇട്ടു. തേങ്ങാപ്പീര് ഫൈബർ ഉള്ളതാണ്, ഫാറ്റ് ഉള്ളതാണ്. ഫാറ്റും ഫൈബറും പ്രോട്ടീനും നമ്മളുടെ ബ്ലഡ് ഷുഗർ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതിന്റെ കുറയ്ക്കുകയല്ല, അത് സ്ലോവർ റിലീസാക്കും. അപ്പൊ അതുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പിന്നെ വീട്ടിൽ ഓടി നടന്ന് ജോലി ചെയ്യായിരുന്നു. അതിന് മുമ്പ് എക്സസൈസ് ചെയ്യായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഒത്തുചേരുമ്പോഴേ നമ്മൾക്ക് നമ്മളുടെ ബോഡി ഒരു ഫുഡിനോട് ടോട്ടലായിട്ട് ഇന്നിപ്പോ കഴിച്ചതിന് ഞാൻ എങ്ങനെ എൻ്റെ ബ്ലഡ് ഷുഗർ റെസ്പോൺസ് ഉണ്ടാകും എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഇൻഡിവിജ്വൽസ് തമ്മിൽ വേറി ചെയ്യും. ഇപ്പൊ എനിക്ക് കുറെ കൂടെ ബ്ലഡ് ഷുഗർ റെസ്പോൺസ് ബെറ്റർ ആണ്, കുറഞ്ഞാണ് വരുന്നത്. കാരണം എന്താണ്, കഴിഞ്ഞ 3 മാസമായി എൻ്റെ മകൻ ഈ ജിം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട്. അപ്പൊ 3 മാസമായിട്ടുള്ള എക്സസൈസസ് കൊണ്ട് എൻ്റെ മസിൽസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ മസിൽ കൂടുമ്പോ എന്ത് പറ്റും, നമ്മളുടെ മസിലിനകത്ത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന എനർജി ബേണിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അതിന്റെ നമ്പർ കൂടും, അതിന്റെ ഹെൽത്ത് കൂടും. അപ്പൊ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടും. അതായത് നമ്മൾ എനർജി ബേൺ ചെയ്യുന്ന റേറ്റ് കൂടും. നമ്മുടെ എനർജിയുടെ സോഴ്സ് ആണ് ഗ്ലൂക്കോസ്. അപ്പൊ അതൊക്കെ ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ട് വീണ്ടും പറയാം. ഞാൻ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റ് ആയിട്ട് വന്ന് അരിച്ചെടുത്ത സാധനമാണ് ഇത്. അരിച്ചെടുത്ത സാധനം വെള്ളം ലൈറ്റിൽ പിടിച്ചാൽ ഇത് വല്ലാതെ കാണാം. അപ്പൊ ഇത് അരിച്ചെടുത്ത സാധനത്തിന് ഞാൻ എന്താണ് ചെയ്യുന്നത്,
ഇത് ഞാൻ ഇപ്പോൾ അടുത്ത കഴിക്കാൻ പോകുന്ന മീലിനകത്ത് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ വീണ്ടും ഉച്ചക്കത്തെ ഊണിലോ കറിയുടെ കൂടെ ചേർത്ത് അങ്ങ് കഴിക്കും. ഇത് എല്ലാം ഷുഗർ കുറയ്ക്കുന്ന ഫുഡ്സാണ്. ഇതൊന്നും നമ്മൾക്ക് റിസ്ക് അല്ല. കാരണം ഇതെല്ലാം നമ്മൾ എന്നും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുന്നതാണ്. നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോഴും വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോഴും ജീരക വെള്ളം കുടിക്കുമ്പോഴും രസം ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൽ എന്നും മിക്കവാറും ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ ചോറിൻ്റെയോ കറിയുടെയോ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കളയത്തില്ല, കാരണം ഇത് നമ്മൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ അവല് തിന്നിട്ട് എങ്ങനെയായി എന്ന് നിങ്ങളെല്ലാം ആലോചിച്ച് കാണും. അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് പറയുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.